ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ അടിപൊളിയായിട്ടിരിക്കുന്നു. ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ മൂന്നാർ പോകാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ. നമ്മൾ ഇവിടുന്ന് പോരുന്നതിന് മുമ്പ് തന്നെ പ്ലാൻ ചെയ്ത ട്രിപ്പായിരുന്നു ഇത്, മൂന്നാർ പോവുക എന്നുള്ളത്. കാരണം നാട്ടിൽ നല്ല ചൂടാന്നുള്ള കാര്യം അറിയായിരുന്നു. അപ്പം എന്താണേലും മൂന്നാറോ ഊട്ടിയോ എവിടെയെങ്കിലും പോകണമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ പിന്നെ ഫിക്സ് ചെയ്തത് മൂന്നാർ. അത്തി കണ്ടില്ലേ, നല്ല അടിപൊളി സ്ഥലമാണ്. നല്ല ചൂടായതുകൊണ്ട് പോവാനും നല്ല സുഖമായിരുന്നു. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു ടെമ്പറേച്ചർ ചേഞ്ച് ഒന്നും പറയാനില്ല. നല്ല സൂപ്പർ, നല്ല കാറ്റും ഉണ്ടായിരുന്നു, നല്ല സുഖമായിരുന്നു കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്ക് ഞങ്ങളൊരു വ്യൂ പോയിന്റ് കണ്ട് എല്ലാവരും. പിന്നെ ഈ ട്രിപ്പിൽ എൻ്റെ ഫ്രണ്ടും ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പായിട്ട് ഏകദേശം 10 വർഷത്തോളായി. 2014 ഞാൻ ജോലിക്ക് കയറിയപ്പോൾ മുതലുള്ള ഫ്രണ്ട്ഷിപ്പാട്ടോ ഞങ്ങളുടേത്. ഇതുവരെ ഫാമിലിയായി, എന്താ പറയുക, ഞങ്ങളൊരു 10 years ആയിട്ടും ഇപ്പോഴും ഒരു ഫ്രണ്ട്ഷിപ്പിന് ഒപ്പരി എന്താ പറയുന്നത്, ഷീസ് മൈ ഫാമിലി എന്ന് തന്നെ പറയാം. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. എന്താ കാര്യത്തിന് എപ്പോൾ വേണേലും എനിക്ക് വിളിക്കാൻ പറ്റുന്ന അതുപോലെ ഒരു ഫ്രണ്ടാട്ടോ ഇത്. അപ്പോൾ അവളും വന്നിട്ടുണ്ടായിരുന്നു. അവൾ സെറ്റിലായിക്കുന്ന പൂനെയിലാട്ടോ. അപ്പോൾ അവളും ഹസ്ബൻഡും കുട്ടിയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫാമിലി എല്ലാവരുമായിട്ട് പ്ലാൻ ചെയ്തിട്ടാട്ടോ മൂന്നാറിലേക്ക്. അപ്പോൾ അവർ വരുമ്പോൾ ചുമ്മാ വീട്ടിൽ ഇരുത്തി നമുക്ക് കുറച്ച് സ്ഥലങ്ങൾ കാണുകയും ചെയ്യാം. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്താണ് ഞങ്ങൾ മൂന്നാർ പ്ലാൻ ചെയ്തേട്ടോ. അപ്പം നല്ലൊരു വ്യൂ പോയിന്റ് ആയിരുന്നു ഇത്. അപ്പോൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തു. അവിടുത്തെ കുറേ ഫോട്ടോ എടുപ്പും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമ്മൾ ഫോട്ടോ എടുക്കാൻ മാത്രമല്ല, കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാം. കുറേ നേരമായാലും ട്രാവൽ ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രിയങ്കയും ഇങ്ങനെ ഹെയർ പിൻസ് ഉള്ള ഇത് ഒത്തിരി ട്രാവൽ ചെയ്തിട്ടില്ല. പിന്നെ ഞാനും 2-3 വർഷമായിട്ട് ഇങ്ങനെ ഹെയർ പിൻസ് ഉള്ള ട്രാവൽ ചെയ്യാത്തതുകൊണ്ടും അജീഷേട്ടനാണെങ്കിലും ചെറിയൊരു ഡിസ്റ്റർബൻസ് ഒക്കെ തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു ബ്രേക്ക് പോലെ നമ്മൾ നിർത്തിയതായിരുന്നു കേട്ടോ ഇങ്ങനെ. അപ്പം അതെല്ലാം കഴിഞ്ഞ് നമ്മളിങ്ങനെ നേരെ പോകുന്നത് മാട്ടുപ്പെട്ടി ഡാം കാണാനാട്ടോ. ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് മാട്ടുപ്പെട്ടി ഡാം. അപ്പം നമുക്കിനി അങ്ങോട്ട് പോവാം. അങ്ങോട്ട് പോകുന്ന വഴിക്കാട്ടോ നമ്മളിത് ഇങ്ങനൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ കണ്ടത്. ഇവിടെ കുറേ ആൾക്കാർ നിർത്തുന്നുമുണ്ട്. കാരണം ഇവിടെ കുറേ എന്താ പറയുക, കുറേ കടകളും സൈഡിലുണ്ട്, ഫുഡ് കഴിക്കാനുള്ളതും പിന്നെ അതുപോലെ കുറച്ച് ഷോപ്പിംഗ് ഉള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ നിർത്തിയത് കേട്ടോ. അതിൻ്റെ ഒരു സൈഡിൽ നിൽക്കുന്നത് നല്ലൊരു സൂപ്പർ വ്യൂ ആയിരുന്നു കേട്ടോ. പിന്നെ ഈ സ്പോട്ടിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോഴ്സ് റൈഡിങ് ആയിരുന്നു കേട്ടോ. അവർ 2-3 ഹോഴ്സ് റൈഡ് അവിടെ മീൻസ് ആൾക്കാർ ഇങ്ങനെ നിൽപ്പുണ്ട്. അവരുടെ ഹോഴ്സസ് ഉണ്ട് ഇങ്ങനെ നമുക്ക് റൈഡ് ചെയ്യാൻ. എനിക്ക് തോന്നുന്നു പെർ ഹോഴ്സ് എങ്ങാണ്ട് 100 rupees ആയിരുന്നു കേട്ടോ. അപ്പം എനിക്ക് കയറാൻ നല്ല പേടിയായിരുന്നു. പിന്നെ അവിക്കാണെങ്കിൽ ഹോഴ്സിനെ കണ്ടപ്പോൾ കയറണം, ഭയങ്കര ഒരു എന്താ പറയുക, ഒരു എനർജറ്റിക് ഇല്ലെങ്കിൽ എന്താ പറയുക, ഭയങ്കര എക്സൈറ്റഡ് ഒക്കെ ആയിരുന്നു. അങ്ങനെ കയറിയത് അവൾക്കും നല്ല പേടിയുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ കയറി. ചേട്ടനും പേടിയായിരുന്നു. ആരെങ്കിലും ഒരാൾ കൊച്ചിനെയും കൊണ്ട് കയറണല്ലോ എന്ന് വിചാരിച്ച് അവൾ കയറിയതായിരുന്നു കേട്ടോ. അങ്ങനെ ഹോഴ്സ് റൈഡിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മാട്ടുപ്പെട്ടി ഡാമിലെത്തിട്ടോ. ഡാമിൽ നമ്മൾ ഹോഴ്സ് റൈഡിങ് ചെയ്യാൻ പോകുന്നിടത്ത് ആക്ച്വലി ഇതൊരു പ്രൈവറ്റ് ബോട്ടിംഗ് ആയിരുന്നു കേട്ടോ. ഇവിടെ നമ്മൾ എൻട്രി ഫീസും ഉണ്ട്. അതുമല്ലാതെ ബോട്ടിങ്ങിന് വേറെ എക്സ്ട്രാ പൈസയും കൊടുക്കണം കേട്ടോ. ബോട്ട് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബോട്ട്സ് ഉണ്ട്. അതായത് ഒരു ഫാമിലിക്ക് തന്നെ പോകാൻ പറ്റുന്ന ടൈപ്പ് ബോട്ട്സ് ഉണ്ട്. അതായത് ഒരു 9-10 പേർക്ക് പോകാൻ പറ്റുന്ന ബോട്ടുണ്ട്. പിന്നെ സ്പീഡ് ബോട്ട് ഉണ്ട്. അല്ലാതെ ഈ നോർമൽ നമ്മൾ എല്ലായിടത്തും പോകുമ്പോൾ എല്ലാവരെയും കൂടെ കയറ്റി പോകുന്ന ഒരു ടൈപ്പ് ഓഫ് ബോട്ടുണ്ട്. നമുക്ക് മറ്റേ ഫാമിലി ബോട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ 2-3 hours വെയിറ്റിംഗ് ആട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ശരി വന്നതല്ലേ നോർമൽ. പിന്നെ എന്താ പറയുക, സ്പീഡ് ബോട്ടിൽ പിള്ളേരെ അലൗ ചെയ്തോല. അങ്ങനെ ഞങ്ങൾ നോർമൽ ബോട്ടിങ് തന്നെയാട്ടോ എടുത്തത്. ബോട്ടിങ് നല്ല സൂപ്പറായിരുന്നു, നല്ല തണുത്ത കാറ്റും. കാരണം നമ്മൾ തൊടുപുഴയിൽ നിന്ന് പോയത് നല്ല ചൂടായിരുന്നു കേട്ടോ, സഹിക്കാൻ പറ്റാത്ത ചൂടായിട്ടാണ്. അപ്പോൾ അവിടെ ചെന്ന് ഈ ബോട്ട് റൈഡും കൂടി ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ല തണുത്ത കാറ്റ്. പിന്നെ ട്രാവൽ ചെയ്തതിൻ്റെ ക്ഷീണം. പകുതി പേര് അവിടെ ഇരുന്ന് ബോട്ടായിരുന്നു ഉറങ്ങുമായിരുന്നു ഞാൻ നോക്കിയപ്പോട്ടോ. അങ്ങനെ ബോട്ടിങ്ങിൽ കയറി നല്ല സൂപ്പർ ബോട്ടിംഗ് ആയിരുന്നു. ബോട്ടിംഗ് എല്ലാം കഴിഞ്ഞിറങ്ങിയപ്പോഴത്തേക്കും എല്ലാവരും നല്ല ടയേർഡായി. അതുകൊണ്ട് നിങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാട്ടോ. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയത് അലിബാബയും 41 Dishes എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ. നല്ല സൂപ്പർ റെസ്റ്റോറൻറ്റ്, നല്ല അടിപൊളി ഫുഡായിരുന്നു. എല്ലാവരും ടയേർഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ എടുത്ത് ബോറാക്കിയില്ല കേട്ടോ. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വന്ന് നമ്മുടെ റിസോർട്ടിലേക്കായിരുന്നു. ബൈസൺ വാലിയിലെ ഇന്ദിരാണി റിസോർട്ടിലായിരുന്നു കേട്ടോ നമ്മൾ സ്റ്റേ എടുത്തിരുന്നത്. പിന്നെ നമ്മൾ വന്നതും 2 വണ്ടിക്കായിരുന്നു കേട്ടോ.
അങ്ങനെ ദേ നമ്മളിവിടെ വന്നു. നല്ല വെൽക്കമിങ് ആയിരുന്നു. പിന്നെ ഞാനിത് ബുക്ക് ചെയ്തത് ഇത് ട്രാവൽ ഡെസ്റ്റിനി എന്ന് പറഞ്ഞ സൈറ്റിൽ നിന്നായിരുന്നു കേട്ടോ. എൻ്റെ ഫ്രണ്ട് തന്നെയാണ് കേട്ടോ ഇത് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം അവിടെ നിന്ന് തന്നെയായിരുന്നു നല്ലൊരു റീസണബിൾ പ്രൈസിന് തന്നെ നമുക്ക് റിസോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും അവർ വെൽക്കമിങ്ങും എന്താ പറയുക ഹോസ്പിറ്റാലിറ്റിയൊക്കെ നല്ല സെറ്റപ്പായിരുന്നു. പിന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ആർക്കെങ്കിലും പോവുകയാണെങ്കിലും ഞാൻ എന്താ പറയുക ഒരു 99% ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു എന്താ പറയുക റിസോർട്ടാട്ടോ ഇത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ കാണാനും ഇഷ്ടംപോലെ പൂളുണ്ട്, കാണാനും ഇഷ്ടംപോലെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല അടിപൊളി ഒരു റിസോർട്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചെന്നു ഞങ്ങളത് ചെക്കിംഗ് ഒക്കെ ചെയ്തു. എല്ലാവരെയും ID കാർഡും കാര്യങ്ങളൊക്കെ ചോദിച്ചു. അതെല്ലാം കൊടുത്തത് നമ്മൾ നമുക്കൊരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഒരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ടായിരുന്നു. അത് ഇനി കുറച്ച് ഡീറ്റെയിൽസ് അവർ ഫില്ല് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നമുക്ക് റൂമിലേക്ക് പോകാൻ വേണ്ടി ഇവിടെ ഞാൻ കണ്ടൊരു മെയിൻ അട്രാക്ഷൻ ആയിരുന്നു കേട്ടോ ഇത് ജീപ്പ്. കുറേ നാളുകൾക്ക് ശേഷം ജീപ്പിൽ കയറി. കുറച്ച് മീൻസ് ഒരുപാട് ദൂരമൊന്നുമില്ല, പക്ഷെ കുറച്ച് കയറ്റം പോലെയാണ്. ഈ പിള്ളേരെയൊക്കെ എടുത്തുകൊണ്ട് കയറുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് മെനക്കേടാണല്ലോ. അപ്പം ഞാൻ ആക്ച്വലി നടന്നായിരുന്നു കേട്ടോ പോയത്. എങ്ങനെയുണ്ട് എന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് നടന്നു പോയി. പിന്നെ കുറച്ച് പേരൊക്കെ എന്താ പറയുക ജീപ്പയിൽ വന്നു. നല്ല അടിപൊളി എന്താ പറയുക നല്ലൊരു ആംബിയൻസും നല്ലൊരു അറ്റ്മോസ്ഫിയറും ഉള്ള ഒരു സൂപ്പർ റിസോർട്ട്. നമ്മളിവിടെ എടുത്തിരുന്നത് ഒരു കോട്ടേജ് ഫുള്ളായിരുന്നു കേട്ടോ. നമുക്ക് കോട്ടേജായിട്ട് ഇല്ലെങ്കിൽ വീടായിട്ട് പിന്നെ എനിക്ക് തോന്നുന്നു ട്രീ ഹൗസും ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഇവിടെ. ട്രീ ഹൗസും ഉണ്ട്, ഇങ്ങനെ എടുക്കാം. പിന്നെ ഞങ്ങൾ ഫാമിലി ഫുള്ള് ആയതുകൊണ്ട് ഞങ്ങളൊരു കോട്ടേജ് ഫുള്ളായിട്ടാണ് എടുത്തത്. 4 ബെഡ്റൂംസ് ആയിരുന്നു കേട്ടോ ഇതിൽ വരുന്നത്. നമ്മുടെ കോട്ടേജിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിരുന്നു പൂളും വരുന്നത്. അങ്ങനെ നമ്മൾ വന്നു. പിന്നെ റൂംസ് എല്ലാം നല്ല അടിപൊളിയായിരുന്നു. നല്ല സ്പേഷ്യസും ആയിരുന്നു, നല്ല സ്റ്റോറേജ് യൂണിറ്റും ഉണ്ടായിരുന്നു, നല്ല ക്ലീനും ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മളൊരു എക്സ്ട്രാ ബെഡും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ റൂമല്ലാതെ. ഇതാണ് മുകളിലത്തെ റൂമായിരുന്നു കേട്ടോ ഞാൻ എടുത്തത്. തൊട്ട് താഴത്തേതിൽ എൻ്റെ ഫ്രണ്ടൊക്കെ എടുത്തു. പിന്നെ താഴെ ഒരെണ്ണത്തിൽ അമ്മ എടുത്തു. പിന്നെ സൈഡിലുള്ളതിൽ എൻ്റെ അനിയന്മാരും. അങ്ങനെ ഞങ്ങൾ റൂം എടുക്കുമ്പോൾ അച്ഛൻ എല്ലാ റൂമിലും കൂടെ വന്ന് നോക്കട്ടെ ഏതാ നല്ല റൂം, അച്ഛന് ഷിഫ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് എല്ലാ റൂമിലും വന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അച്ഛനെ ഞങ്ങൾ താഴത്തെ റൂമിലേക്ക് തന്നെ ഷിഫ്റ്റ് ചെയ്തു, ഞാനും എൻ്റെ അനിയന്മാരും കൂടെ. TV ഉണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ നമുക്കവിടെ ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസും പിന്നെ അവിടുത്തെ എഴുതിയ ഒരു പേപ്പർ ഉണ്ടായിരുന്നു. എല്ലാം നല്ല സൂപ്പറായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരെയും റൂമൊക്കെ കൊടുത്ത് സെറ്റാക്കി കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും സ്വിമ്മിംഗ് പൂളിൽ പോകണം. പിന്നെ സ്വിമ്മിംഗ് പൂൾ കണ്ടപ്പോൾ മുതലേ സ്വിം ചെയ്യാൻ പോകാമെന്ന് മുന്നോട്ട് കരഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ശരി എന്നാൽ കുറച്ച് നേരം പോയി സ്വിമ്മിംഗ് പൂളിൽ ചാടാം. അത് കഴിഞ്ഞ് കുറച്ചൊന്ന് റിലാക്സ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ഇനി കാണാൻ പോവാം എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. സ്വിമ്മിംഗ് പൂളിൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ ഇവിടെ മീൻകുളം എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് കുറേ മീനുകളുണ്ടായിരുന്നു കേട്ടോ. എന്തൊക്കെയാണ് മീനുള്ളതെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ കുറേ മീനുകൾ ഞങ്ങൾ കണ്ടു. നല്ല രസമുണ്ടായിരുന്നു. അതിങ്ങനെ പൊങ്ങി വരുന്നുണ്ടായിരുന്നു. കുറേ കുഞ്ഞു മീനുകളും കുറേ വലിയ മീനുകളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടാൻ വേണ്ടി പോവാട്ടോ. ഇപ്പം തന്നെ ചാടാം എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു കേട്ടോ പോണേ. അവളാണെങ്കിൽ ഭയങ്കര കഷ്ടപ്പെട്ട് അവനെ വെള്ളത്തിലേക്ക് ചാടല്ലെന്ന് വിചാരിച്ച് പിടിച്ചു നിർത്തുന്ന കേട്ടോ കാണുന്നത്. പിന്നെ ഇപ്പം ജസ്റ്റ് കുറച്ചൊരു മുമ്പേ ഇവിടെ എന്താ പറയുക ക്ലീനിങ് ബോയ്സ് വന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പോയതാട്ടോ സ്വിമ്മിംഗ് പൂള്. കുറേ ഇലകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് പറ്റുന്ന രീതിയിൽ അവർ ക്ലീൻ ചെയ്തിട്ട് പോയി. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പൂളായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോയി കുറച്ച് പൂളി ചാടട്ടെ. ആദ്യമൊക്കെ ഇവിടെ നിന്നായിരുന്നു കേട്ടോ ചാടിക്കൊണ്ടിരുന്നത്. ഇത് പിള്ളേർക്ക് തന്നെയുള്ള ഒരു എന്താ പറയുക സെറ്റപ്പായിരുന്നു. ഒത്തിരി വെള്ളമില്ല, അതുകൊണ്ട് അവർ മുങ്ങിപ്പോകത്തൊന്നുമില്ലല്ലോ. അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും അവിക്ക് അവിടെ നിൽക്കണ്ട, ഞങ്ങളെല്ലാവരും ചാടുന്ന സ്ഥലത്തേക്ക് തന്നെ പുള്ളി പോകുന്നു കേട്ടോ. പിന്നെ പുള്ളി മുകളിൽ നിന്ന് ജമ്പ് ചെയ്യാനൊക്കെ തുടങ്ങി കേട്ടോ. അവന് പേടി പോയി. പിന്നെ പൊതുവേ അവിക്ക് വാട്ടറിനോട് അത്ര വലിയ പേടിയില്ല കേട്ടോ. ഞങ്ങളതുകൊണ്ട് അത്ര പേടിപ്പിക്കാറുമില്ല വെള്ളത്തിലേക്ക് പോകുമ്പോൾ.
അതുകൊണ്ടൊന്നും എന്താ പറയുക, ഒരിക്കലും അവനങ്ങനെ ഒരു പേടി ഇതുവരെ കാണിച്ചിട്ടില്ല വെള്ളത്തിനോട്. പിന്നെ അവന് വെള്ളത്തിൽ ചാടുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. പൂളിൽ മാത്രമല്ല, അവൻ തോട്ടിലും പുഴയിലും എവിടെ പോയാലും അവൻ അങ്ങനെ ഒരു വെള്ളത്തിനോട് വലിയ പേടിയൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സ്വിം ചെയ്യാനും പിന്നെ എവിടെ പോയാലും ഞങ്ങൾ ഇറക്കുകയും ചെയ്യും. വെള്ളം കാണിച്ചൊരിക്കലും ഞാൻ പേടിപ്പിക്കാറുമില്ല അവീനെ. പൂളിലെ ചാട്ടമൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് പോകാൻ പോകുന്നത് ആനക്കുളം എന്ന് പറയുന്ന സ്ഥലത്തേക്കാട്ടോ. ഇവിടുന്ന് ഏകദേശം 1.5 മണിക്കൂർ ട്രാവലുണ്ട്. ഈ സ്ഥലത്തിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സൈഡിൽ ടൗണും അതിൻ്റെ നടുക്ക് ഒരു വാട്ടർ ബോഡിയും പിന്നെ അതിൻ്റെ അപ്പുറം ഒരു ഫോറസ്റ്റുമാണ്. ആ ഫോറസ്റ്റിലാണല്ലോ നിറയെ ആനകളാണ്. ഈ ആനകളെല്ലാം വെള്ളം കുടിക്കാൻ വരുന്നത് ഈ വാട്ടർ ബോഡിയിലാട്ടോ. അതും വരുന്നത് 1, 2 ഒന്നും ആയിട്ടല്ല. ചില സമയങ്ങളിൽ അത് വരുന്നത് 10, 35 ഒക്കെ ആയിട്ടാണ്. ഞങ്ങൾ പോയൊന്നും 3 ആനകളെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇവർ വന്നു കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്നൊന്നും കയറി പോകത്തില്ല. ഇവർ മണിക്കൂറുകളോളം നിന്നിട്ടാട്ടോ പോകത്തുള്ളൂ. പിന്നെ ഇവിടുത്തെ നാട്ടുകാരൊക്കെ പറയുന്നത് ഇന്നേ വരെ ഈ ആനകളൊന്നും ഇവിടെ ഈ ടൗണിൽ കയറി അവരെ ഡിസ്റ്റർബ് ചെയ്തിട്ടൊന്നും ഇല്ല എന്നാട്ടോ. എന്നാലും നല്ല സൂപ്പറായിരുന്നു. ഒരു 10-35 ആനകളുണ്ടായിരുന്നെങ്കിൽ കൂടുതൽ ഭംഗിയായി. അപ്പം നമ്മൾ ഇന്ന് മൂന്നാർ വന്നിട്ട് ഫസ്റ്റ് ഡേ ആട്ടോ. ഇന്ന് നല്ല ടയറിങ് ഡേ ആയിരുന്നു. നമ്മൾ കുറേ സ്ഥലങ്ങൾ കണ്ടു. പിന്നെ ലാസ്റ്റ് നമ്മൾ പോയത് ആനക്കുളം എന്ന് പറഞ്ഞൊരു സ്ഥലത്തായിരുന്നു കേട്ടോ. നമ്മൾ നിൽക്കുന്നിടത്ത് നിന്ന് ഏകദേശം 1 മണിക്കൂർ ട്രാവൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോയിട്ട് വന്നപ്പോഴത്തേക്ക് നന്നായിട്ടും എടുത്തു. ഞാൻ എന്നിട്ടൊന്ന് ഫ്രഷൊക്കെ ആയിട്ട് വന്നത്. അതിൻ്റെ ഇടയ്ക്ക് അതിന് മൈഗ്രെയിൻ വന്നു. ആ മൈഗ്രെയിൻ കാരണം വൊമിറ്റ് ചെയ്ത് ആകെ കുളമായിരുന്നു ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക്. പിന്നെ ഫുഡൊന്നും കഴിച്ചിട്ട് അത് ഹൈഷേട്ടൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി കിടന്നു. കൊച്ചും കിടന്നു. ഇനി ഞാനും പോയിരുന്നു കിടന്നുറങ്ങട്ടെ. അപ്പം ഞാൻ എൻ്റെ നെക്സ്റ്റ് ഡേ ഉള്ളത് ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇടാം. ഇല്ലെങ്കിൽ വീഡിയോയ്ക്ക് ഭയങ്കര ലെങ്ത് ആയി പോകും. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.